ഇതുപോലൊരു വെറുക്കപ്പെട്ടവൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു വെറുക്കപ്പെട്ടവൻ ഉണ്ടായിട്ടുണ്ടോ? പെരുമ്പാവൂരിൽ നിന്നും 71 വയസ്സുള്ള ഒരു അമ്മച്ചി കേക്കച്ചനെ കുറിച്ച് പറയുന്നത് കേൾക്കുക. ഞാൻ പെരുമ്പാവൂരിലാണ് വിളിക്കണേ. എൻ്റെ പേര് വി.ഡി. സതീശനെ. അവന് നമ്മുടെ കള്ള മുഖ്യമന്ത്രിനേക്കാളും തൊലിക്കട്ടി. അവന് 16 കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി. അവന് നാണം ഉണ്ടെങ്കിൽ അവൻ പണ്ടേ ഇറങ്ങി പോവില്ല സാറേ, ഇല്ലേ? അവൻ ഇറങ്ങി പോവില്ല. അവൻ നമ്മുടെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇറങ്ങിയേക്കുക. അവൻ ദുബായി ചെന്ന് 150 കോടി രൂപ മേടിച്ചുകൊണ്ടാന്ന് വെച്ചാൽ അവൻ ഈ പയ്യനെ ഇറക്കി വിടും. ഈ ഇതാക്കിക്കണേ, നമ്മളെല്ലാവരും നാട്ടിൽ എന്തോരം മനുഷ്യർ പറയുന്നു സാറേ, ഇവന് എന്തെങ്കിലും ഒരു ഉളുക്കുണ്ടെങ്കിൽ ഇവൻ ആ കൊച്ചിനെ എടുക്കൂലേ? ഇവന് നാണമുണ്ടോ ഇവന്? ഇവന്റെ മകളല്ലേ സാറേ അവള്, ആ റീനി എന്ന് പറഞ്ഞവള്. എന്നിട്ട് അവൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കൊച്ചിനെ, 32 വയസ്സായ ഒരു അവൻ ചെയ്തെങ്കിൽ തന്നെ അവനൊരു ആൺകൊച്ചല്ലേ? ഈ കിളവന്മാരി അതിനേക്കാളും പേരല്ലേ സാറ്? അല്ലേ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ എന്ന് തുടങ്ങിയില്ല ഇത്. അവൻ ആ കൊച്ചിനെ തിരിച്ചെടുക്കാതെ ഇന്നലെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കൂടി കോൺഗ്രസ്സുകാർ വീട്ടിലെ ബെല്ലടിച്ചില്ല, അവൻ ഗേറ്റിങ്ങെ കൊണ്ടാന്നിട്ട് ചിട്ടേച്ച് പോയി. നമ്മുടെ കേന്ദ്രത്തിൽ കൊള്ള നടക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ഈ കേരളത്തിൽ കൊള്ള നടക്കണ ഈ കള്ള കോൺഗ്രസ്സുമാരെ കാണുന്നില്ലേ? എന്തോരം ഈ മുഖ്യമന്ത്രിനെ ഇറക്കാനുള്ള എന്തെല്ലാം ഇതുണ്ടായിട്ട് ഒരു വാക്ക് അവൻ പറഞ്ഞോ സാറേ? പറഞ്ഞോ? അവന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ നാട്ടിൽ ചെന്നിട്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ നാടാണ് പോലും. ആ തെണ്ടിനെ അവിടെ ഉള്ളവരോട് കല്ലെടുത്ത് വീക്കിയില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കണേ. അവർ ഞങ്ങളുടെ നാട്ടിട്ട് പറ്റാം, അവനെ ഞങ്ങൾ ചൂലിലടിച്ചു വിടും തെണ്ടീനെ. ഞങ്ങൾക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് ആ കൊച്ചിനെ. അതും കഴിഞ്ഞിട്ട് അവൻ ഷാഫീനെ കൊണ്ട് അർച്ചയിക്കണം. അവർ ഈ പിള്ളേരെ എല്ലാം അവർ ഒതുക്കിയിട്ട് ഈ കിളവന്മാർക്ക് 3നും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇറക്കി വിടും. ഇവനൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഇവനെ ശതകോടികൾ ഉണ്ടാക്കിയില്ലേ ഇവര്, ഇല്ലേ സാറേ? പിന്നെ എന്തിനാ ഈ തെണ്ടികൾ പിന്നെയും ഈ കടിച്ചു തൂങ്ങി കിടക്കണേ? ഈ നാട്ടിലുള്ള ജനം മുഴുവനും ആ കൊച്ചിന് സപ്പോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആ കൊച്ചിൻ്റെ പ്രസംഗം കേട്ടാൽ മതിയല്ലോ. അവനെ ആക്കണം പ്രതിപക്ഷ നേതാവായിട്ട്, എന്നെങ്കിലേ ഈ നമ്മുടെ കേരളം നന്നാവുള്ളൂ. നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് സാറേ. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിക്കുകയാണോ സങ്കടം ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ പള്ളിയിൽ പോയാൽ രാഹുലിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടിയല്ല സാറേ. അവരെ തിരിച്ചെടുക്കണേ എന്നും പറഞ്ഞുള്ള പ്രാർത്ഥന, കുർബാന കഴിക്കും, പ്രാർത്ഥന കഴിക്കുകയും ഒക്കെ ചെയ്യണം. അതെ സാറിന് അറിയാമോ, ഞങ്ങൾക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. കാരണം ആ കൊച്ചു നന്നായി വരും. ആ പിള്ളേരെ പോലുള്ള 6-7 പിള്ളേർ വന്ന് നമ്മുടെ കേരളം നന്നാക്കി ഈ കള്ളൻ്റെ പിടിയിൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ഓർക്കുമ്പോൾ അവൻ നമ്മുടെ കേരളം പിന്നെ വിറ്റ് തിന്നുകയാണ് ചെയ്യുന്നത്. കള്ളൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോകണം സാറ്. നമുക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് സാറേ ആ കൊച്ചിനെ ഇറക്കിടും. അത് കഴിഞ്ഞിട്ട് ആ കൊച്ചവിടെ അവിടുത്തെ കാലുകുത്തിയത് കണ്ടപ്പം പിറ്റേ ദിവസം ചെന്നേക്കും. അതിൻ്റെ പിറ്റേ ദിവസം ഈ കള്ളൻ ചെന്നിത്തല ചെന്നേക്കുന്നു. എന്തിനവർ പോയത്? ഇവർക്ക് നാണം ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ തിരിച്ചെടുക്കണ്ടേ സാറേ? അതല്ലേ വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത്? ഒരു തെറ്റ് പറ്റി അവൻ്റെ അബദ്ധത്തിൽ അവന് പറയുവാണ് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ഒരു കേസും കെട്ടിയില്ല, ഞങ്ങൾ രാഹുലിനെ തിരിച്ചെടുക്കുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ കോൺഗ്രസ്സുകാരൻ മുഴുവൻ അവന് സൈഡിലേക്കൂലേ? അവന് ഇനി അവൻ ജയിക്കുന്നത് അവൻ സ്വപ്നം കാണണം. നമ്മുടെ ഈ പിള്ളേരെ നിർത്തിയില്ലെങ്കിൽ, രാഹുലിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇനി ഈ കള്ളം ഭരിക്കാൻ കയറും. അവൻ ഈ കാശ് കൊടുത്ത് ഒതുക്കണം എന്തിനാണ് സാറിന് അറിയാമോ? കോൺഗ്രസ്സുകാർ ഭരിക്കാൻ കയറിയാൽ ഇവനെ ഇവൻ്റെ കുടുംബത്തോടുകൂടി 2 ആഴ്ചക്കുള്ളിൽ ജയിലിലടക്കും സാറേ. അവൻ എന്തോരം കള്ളത്തരം ചെയ്ത് സാറേ, ഇല്ലേ? ഇതെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ സാറേ ഇഷ്ടംപോലെ നല്ല ആശുപത്രി, ഹാർട്ട് മാറ്റി വയ്ക്കുന്ന ആശുപത്രി വരെ നമ്മുടെ എറണാകുളത്തുണ്ട്, വെല്ലൂരുണ്ട്, ഇല്ലേ? ഇവൻ മാത്രം ഈ പാവക്കട സ്ഥിതിപ്പണം എടുത്തോണ്ട് അമേരിക്കയ്ക്ക് പോകണം. ഇവന് മാത്രം. ഇവൻ എന്നാ സൂക്കേടാ? അവന് മൂത്രം പോണ സൂക്കേടായിരുന്നു. അതവനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ശരിയായില്ലേ? പിന്നെ ഇനി അവനെന്നാ? ഇവന് മാത്രം ഒരു ക്യാൻസറും വന്നില്ലല്ലോ സാറേ. ഞങ്ങൾ പ്രാർത്ഥിക്കണം ഇപ്പം അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കൊള്ളൂല. ദൈവത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്നവരും ആർക്കും ശത്രുക്കൾക്ക് പോലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ഇവന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനും പറഞ്ഞ് ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ നാട് നന്നാവുമല്ലോ എന്ന്. ഈ കള്ളനൊന്ന് ഇറക്കി വിട്ട് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം സാറേ. 5 കൊല്ലം ഭരിച്ച് പിന്നെ 5 കൊല്ലം കിട്ടി. ഇനി എത്രമാത്രം ഉണ്ട്?
ഈ കേക്കച്ചൻ വീണ്ടും ഒരു അവസരം കൂടെ കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ പണികൾ മൊത്തം ചെയ്യുന്നത്? അതെ സാറേ, ഈ നമ്മളെല്ലാം കഞ്ഞി കുടിക്കാനാണോ വളർന്നത്? നമുക്കൊക്കെ എനിക്ക് 70 വയസ്സുണ്ട് സാറേ. 70 വയസ്സായ ഒരു അമ്മ, പേരക്കിടാങ്ങളെ കല്യാണം കഴിച്ച മക്കളാവാൻ പ്രായമായ ഒരു അമ്മയല്ല. ആ അമ്മമാർക്ക് ഇത്രയും വിഷമം പറഞ്ഞ ആ കൊച്ചിൻ്റെ അമ്മയുടെ കാര്യം സാറൊന്ന് ആലോചിച്ച് വെച്ച് എന്ത് വിഷമമുണ്ടെന്ന്. ഇവനെ ഒടുക്കാൻ ഈ തെണ്ടി നമ്മുടെ നാട്ടിൽ ഇത്രോ നല്ലൊരു മനുഷ്യനായിരുന്നു കണ്ണൂരുകാരൻ, നമ്മുടെ മറ്റേ സുധാകരൻ സാറിനെ. അയാൾ മുമ്പിൽ തന്നെയല്ലേ അയാൾ നിന്നിട്ടുള്ള എല്ലാം നമ്മൾ ജയിച്ചിട്ടില്ലേ? അങ്ങനെ ഇവന് ഒതുക്കി മാറ്റിക്കൊണ്ട് നിർത്തി. എന്നിട്ട് ഒരു വേറെ കഴുത വർത്താനം പറയാൻ അറിയാമുള്ള ഒരു തെണ്ടീനെ, ഒരു അരമന കൊണ്ടെന്നും പറഞ്ഞ ഒരു പരന്നാറി അതിനെ കൊണ്ടുവന്നത്. അവന് വർത്താനം പറയാൻ അറിയാമോ സാറേ? അവന് പെണ്ണുങ്ങൾ വർത്താനം പറയുന്നോട്ടും കൂടി അവന് വർത്താനം പറയാൻ അറിയാമല്ലോ. ഒരു കൊച്ചിൻ്റെ ബുദ്ധി പോലാണ് ആ പരന്നാറിക്കില്ല. ഇതെല്ലാം ഈ കള്ളൻ VD സതീശൻ്റെ പണിയാണ് സാറേ. ഇവനെ ഒന്ന് ഇറക്കി വിടാൻ നമ്മൾ എന്തെല്ലാം എന്തോരം പ്രാർത്ഥിക്കണേ. കർത്താവ് ഈ പ്രാർത്ഥന കേൾക്കണില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തോട്. അല്ല, ഇവന്മാരെന്തോടെ ഈ അരമനക്കിങ്ങനെ ഈ കേക്കച്ചനോട് മുന്നിൽ നിന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ നയിച്ചാൽ അവസ്ഥ എന്താകും? ജയിക്കില്ല, കോൺഗ്രസ് ജയിക്കില്ല. കാരണം ഒരു മനുഷ്യൻ കോൺഗ്രസിന് കൊടുക്കില്ല. ഇവന് നിന്ന് അത് 10 തരാം സാറേ. 100% സത്യം സാറ് പറയണ മുഴുവൻ. ഞാൻ ഓരോ ഇതും കേൾക്കാറില്ല, പക്ഷെ സാറിൻ്റെ മാത്രമേ ഞങ്ങൾ കേൾക്കണുള്ളൂ. കാരണം സത്യസന്ധയിലും ദൈവവിചാരമുള്ള ഒരു മനുഷ്യനാണ് സാറ്. സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇന്നലെ കണ്ടല്ലോ, ഇവർ കളത്തരാണ്, കോൺഗ്രസിനെ നശിപ്പിക്കാനായിട്ട് IT ന്യൂസ് പറയുകയാണ്. എന്നാ കാര്യം കോൺഗ്രസിനെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കുറ്റം സാറ് പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. കോൺഗ്രസിനെ ഈ തെണ്ടികളെ ആരെങ്കിലും ഒരു കുറ്റം പറയും. ഇവർ ചെയ്ത കൊള്ളതായ്മയില്ലേ സാറ് പറഞ്ഞോളൂ. പരന്നാറി അവനായിട്ടുള്ള തെറി കേട്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഈ നമ്മുടെ കേരളത്തിലില്ല. സാർ കേൾക്കണോ? അത് അവനവൻ്റെ കൂടുതൽ നിൽക്കണം ജനങ്ങൾ. സാർ ശരിയല്ലേ സാറേ ഞാൻ പറഞ്ഞത്? അവന് ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് ഇതുപോലത്തെ നാറിയിലും പരനാറിയിലും അവന് വിളിക്കുന്ന തെറിയ എന്നാ സാറേ നാട്ടുകാർ? ഇവിടെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ ഈ കേരളത്തില്? എന്നെ പ്രതിപക്ഷം സാറേ, എന്നെ അവൻ കഴിഞ്ഞ കൊല്ലം അവൻ പറയണേ എന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിനെ അവൻ എന്നാ പറഞ്ഞത്? അവൻ മുഖ്യമന്ത്രി എന്നെ എന്ന് പറഞ്ഞാൽ അവര് ഭൂമിയിപ്പ അവൻ പറയണം ഞങ്ങളിത് കേട്ടോണ്ടിരിക്കുക. അവൻ എന്നാ സാറേ പറഞ്ഞത്? ഒരു കൊച്ചിനെ 2 കൊല്ലം മുമ്പ്, അന്നൊക്കെ അവർ എവിടെയായിരുന്നു സാറേ? അതിനെ തല്ലിയ ക്യാമറ മാറ്റി വെച്ച് ഇപ്പോഴാണ് അവനത് അറിഞ്ഞത്. ഇപ്പോഴാണ് അവനല്ലേ ഈ മന്ത്രിനെ മുഖ്യമന്ത്രിനെ രാജിവെപ്പിക്കാൻ നോക്കല്ലേ സാറേ ഈ തെണ്ടി ചെയ്യണ്ടേ? അല്ലേ? സദ്യ നക്കുന്നത് കണ്ടായിരുന്നോ? പിന്നെ കണ്ടോന്നാ ഞാൻ പറഞ്ഞു. ഞാനിതെല്ലാം ഒരു പണിയില്ല സാറേ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കളൊക്കെ കെട്ടിച്ച് 2 പെൺപിള്ളേർ 2നെയും കെട്ടിച്ചു വിട്ട് പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കുക. അപ്പൊ ഈ TV വെക്കില്ല. TV-യിൽ ഈ കള്ളത്തരം ഈ കള്ളന്മാരെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ വെക്കില്ല. ഈ IT ന്യൂസ് മാത്രമേ സാറേ കേൾക്കാറുള്ളൂ. കാരണം അതെൻ്റെ കൊച്ചുമോള് ദുബായിൽ നിന്ന് ശരിയാക്കി തന്നതാണ്. മമ്മി ദൈവവചനങ്ങൾ കേൾക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരെണ്ണം വയ്ക്കില്ല. മറുനാടൻ്റെ ആദ്യ ഇടയ്ക്കൊക്കെ വരും. മറുനാടനെ കള്ളനാണെന്ന് മനസ്സിലായോണ്ട് അവൻ്റെ വെച്ചില്ല. പിന്നെ അവനൊരു ഉപകാരം ചെയ്തു സാറേ. ഷാജീനില്ലല്ലോ, ഇവള് പറഞ്ഞ് ഷൈൻ ടീച്ചറെന്നും പറഞ്ഞ ഒരു എന്നാ സാറേ അവളെയൊക്കെ പറയണ്ട, നമ്മൾ എന്നാ പേരാ അവളെയൊക്കെ വിളിക്കണ്ടേ? 10-70 വയസ്സായ ഞാൻ അവളെ എന്ത് പേര് നമ്മൾ വിളിക്കണം? അതുപോലത്തെ ഒരു അതങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇയാൾ മുൻകൈ. പക്ഷെ എന്നാൽ അവൻ്റെ ഇത് ചാനലിലൊക്കെ അയാൾ പോയി പ്രസംഗിച്ചിട്ട് കൊണ്ടുകൊണ്ടങ്ങാണ്ട് അവൻ ചെയ്തതാണ്. അവൻ എന്തെങ്കിലും ഈ രാഹുലിനെ പറ്റി അവൻ പറയുന്നുണ്ട് സാറ് കേൾക്കണ്ടോ? സാറ് മാത്രമേ ആ കൊച്ചിന് തുണയായിട്ട് നിൽക്കുന്നുള്ളൂ. സാറിൻ്റെ ഇത് അങ്ങോട്ട് ഇതുവരെ സാറിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സാറേ ഞങ്ങൾ കൊടുക്കില്ല. എൻ്റെ കുടുംബത്തിൽ 27 വോട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആ 27 വോട്ടിലും ഒരൊറ്റ എണ്ണം ഞങ്ങൾ കുത്തൂല. ഞങ്ങൾ പോകുന്നില്ല. ഞാൻ എൻ്റെ കെട്ടുകാരൻ ഈ പേപ്പറിൽ തീർന്ന് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാ സാറേ ചേട്ടാ കൊണ്ടുവന്നു പറഞ്ഞു. ഇവിടെ ഈ ഗേറ്റിൽ കടക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ അകത്തേക്ക് കയറിയാൽ ഞാൻ തല്ലി വിടും. ഈ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇയാളും ഈ എന്താ സാറേ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അതേ അടവാണ് ഈ മുഖ്യമന്ത്രി എടുക്കണേ. ഇവന്റെ കയ്യിൽ നിന്ന് ഈ ഞൊള ഈ തെണ്ടി ഈ പരനാറി തെണ്ടി മേടിച്ച് വെച്ചേച്ചാണ് ഇതിൻ്റെ വീതം മറ്റവർക്കും കിട്ടിയിട്ടുണ്ട് സാറേ. ഈ അരമനക്കുണ്ടനും നമ്മുടെ ചെന്നിത്തലയ്ക്കും എല്ലാം കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ചുകൊണ്ടിരിക്കുക.
ഇറങ്ങി എപ്പം കിട്ടും എന്നും പറഞ്ഞ് ഇനി ഈ പരനാറികൾ ഇറങ്ങാതെ ഓരോട്ടും ഞങ്ങൾ ചെയ്യില്ല. സത്യം സാറേ പറഞ്ഞ സത്യം സഹിക്കാൻ പാടാണ്ട് പറയണ. കാരണം അത്രയ്ക്ക് നല്ല കൊച്ച്. ഒരു 5-8 പിള്ളേർ നമ്മുടെ ഇതിൽ വന്നിട്ട് ഇപ്പം BJP ഒരു കൊച്ചു വന്നിട്ടുണ്ട്. അവന് നല്ല കൊച്ചാ. അവൻ നമ്മുടെ തന്നെ സ്ഥിരമായിട്ട് നിന്നാൽ നല്ല കുഞ്ഞാ. പക്ഷേ അതുങ്ങളെല്ലാം ഓരോരുത്തരെ ഇവർ ഈ കള്ളത്തരം പറഞ്ഞ് അത് സാറേ ഇവർ ഈ ഒരു ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണ് കേസുള്ളൂ. വേറെ ഒരു കേസുണ്ട് സാറേ. ഒരു കേസ് ഒക്കെ ഉണ്ടാക്കാനില്ല. ഈ പെണ്ണ് കേസിലാണ് അവർ പിടിച്ചു നിൽക്കണ. ഈ തെണ്ടി, ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ തെണ്ടി. എന്നിട്ട് അവർ പറയണേന്നാ, ഞങ്ങളല്ല പറഞ്ഞേ, BJPക്കാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല പറഞ്ഞേ, കോൺഗ്രസ്സുകാർ തന്നെയല്ലേ പറയണേന്ന്. ഈ നാളെ ഇത് കേൾക്കണില്ലേ സാറേ? അല്ല ഈ BD സതീശനാണ് ഈ മുണ്ടൻ ഇത് കേൾക്കണില്ലേ? അവൻ ഈ എല്ലാ ആഴ്ചയിലും ബ്യൂട്ടി പാർലറിൽ പോയി അവൻ്റെ മീശയും മുടിയും ഉച്ചത്തല വരെ കഷ്ടി അതും എനിക്ക് കറുപ്പിച്ച് അവൻ സുന്ദരനായിട്ട് ഒരു വാ വിളിച്ച് തിരിയും ചുറ്റുകൊണ്ട് നടക്കാനല്ലാതെ ഈ പരനാരിക്ക് ഒരു വാ പറഞ്ഞു ഷാഫി മറുനാടൻ ഷാഫി നമ്മുടെ രാഹുലും പിന്നെ ആ കോതമംഗലത്തെ ഒരു വക്കീലില്ലേ മാത്യൂസ്, ഈ പിള്ളേർ പറയണ പോലെ ഒരു വാക്ക് പറയാൻ ഈ പരനാരിക്ക് അറിയാമോ സാറേ? അറിയാമോ? എന്നിട്ട് അവന് ഇതിന് കിട്ടുന്ന പോരാ. എന്നിട്ട് അവൻ ഈ മുഖ്യമന്ത്രിയുടെ കള്ളൻ അവൻ കാശ് കൊടുത്ത് ഈ പെണ്ണ് കേസുമായിട്ട് അവൻ ഇറങ്ങിയേക്കും. ഇപ്പം അവക്കില്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരിലെ ഒരു മന്ത്രിയുടെ ഒരു കൊച്ച് ഇതെന്താ ഇവർക്ക് ഒളിച്ചു വെച്ചേക്ക് ഈ ഒരു നിരപരാധി കൊച്ചിൻ്റെ ഇങ്ങനെ കുരിശി തൂക്കണേ? നമ്മുടെ കർത്താവിനെ കുരിശി തൂക്കിയ പോലെ നമ്മുടെ കർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് ഈ യൂതന്മാരത് ചെയ്തത്. അപ്പോൾ അവരനുഭവിച്ചില്ലേ? അവരെത്ര കൊല്ലം നാട് വിട്ട് വിദേശികളായിട്ട് കടന്നു. നമ്മുടെ കേരളത്തിലും വന്ന് താമസിച്ചവർ, നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഇല്ലേ, നമ്മുടെ മാളയിൽ, തൃശ്ശൂരൊക്കെ. നമ്മുടെ കേരളത്തിന് മാത്രം കർത്താവ് അവർ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജനത്തെ രക്ഷിക്കുന്നവരെ ഞാൻ ഉപദ്രവിക്കില്ലാന്ന്. ഇല്ലേ, ഞാൻ എന്നും ബൈബിളും വേദപുസ്തകമായി ബൈബിളും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് ദൈവമേ രാഹുലിൻ്റെ എടുക്കണേ, നാളത്തെ നീ കേൾക്കണേ, രാഹുലിനെ എടുത്തുനിന്ന് കേൾക്കണേ എന്നാണ് പ്രാർത്ഥിക്കണേ. എൻ്റെ മക്കൾക്ക് പോലും ഞാൻ ഇത്ര സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ടില്ല സാർ. അത്രയ്ക്ക് സങ്കടമുണ്ട് ഞങ്ങൾക്ക് ഇത് കേട്ടിട്ട്. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് സാർ ഈ കണ്ടാമൃഗത്തിന് അത് ചെയ്യാൻ പാടില്ല സാർ, ആ കൊച്ചിനെ എടുക്കാൻ പാടില്ല. ഇവിടെ ഇറക്കണം സാറേ. ഞങ്ങളെല്ലാവരും സൈഡാണ്. ഇവര് നമുക്ക് ഇറക്കാൻ ഈ പ്രതിപക്ഷ സ്ഥാനത്ത് ഇറക്കാൻ എന്നാ സാറേ മാർഗം? അതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പ് വന്നോട്ടെ, അതിനുള്ള കൃത്യമായ മറുപടി. നമ്മുടെ പിള്ളേരെയൊക്കെ ഓരോ പെണ്ണുകേസിൽ ഇവര് മാറ്റുമല്ലേ സാറേ? തെരഞ്ഞെടുപ്പിൽ ഇവൻ ജയിക്കൂല. അത് 10 തരാം. അത് 10 അല്ല, 100% സത്യം. ഇനി അവൻ ജയിക്കില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.